ഹലോ, വെൽക്കം ടു മൈ സെറീൻ സ്പേസ്. നമ്മുടെ ഫസ്റ്റ് ലോങ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയല്ലേ? ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ നമ്മളിതാ ഒരു ചായ കുടിയിൽ സ്റ്റാർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ നമ്മളൊന്ന് വീക്കെൻഡ് ആയപ്പോൾ ഒന്ന് പുറത്തിറങ്ങിയതാണ്. നമ്മൾ ചെന്നൈയിലാണ് ഇപ്പോൾ താമസിക്കുന്നത്. അപ്പോൾ അറിയാമല്ലോ, നാട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ നമുക്ക് വീക്കെൻഡിലൊക്കെ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുന്നത് തന്നെ വളരെ ഒരു ആശ്വാസമാണ്. കാരണം നമ്മൾ വേറെ എങ്ങും പോകാനില്ല. ബന്ധുക്കളോ അങ്ങനെ പെട്ടെന്നൊരു വിസിറ്റോ, ഇങ്ങോട്ടുള്ളൊരു വിസിറ്റോ അങ്ങോട്ടുള്ള വിസിറ്റോ അതിനൊന്നും ഒരു ചാൻസസും ഇല്ല. അപ്പോൾ നമുക്ക് സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിതേപോലെ കുഞ്ഞു ഔട്ടിങ്സൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളിന്ന് ചെന്നൈയിൽ അണ്ണാനഗർ ടവറിലേക്ക് വന്നേക്കുവാണ്. ചുമ്മാ അതൊക്കെ ഒന്ന് കണ്ട് പോകാമെന്ന് വിചാരിച്ച്. പാർക്കൊക്കെ ഉണ്ടല്ലോ അവിടെ, അപ്പോൾ അവിടെ ഒന്ന് വന്നതാണ്. അങ്ങനെ ഒരു ചായ കുടി ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വട പറഞ്ഞു, അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു കോഫി കുടിച്ചു. അപ്പോൾ കോഫിയൊക്കെ കുടിച്ച് ഇറങ്ങിയപ്പം പാർക്കുട്ടി കോഫിയും ചായയും ഒന്നും കുടിക്കാത്തതുകൊണ്ട് അവൾക്കൊരു ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ചോക്കോ ബാറൊക്കെ വാങ്ങിച്ച് ഞങ്ങളങ്ങനെ നടക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അണ്ണാനഗർ ടവർ. അപ്പോൾ ഈ ടവറിൻ്റെ മുകളിൽ കയറാൻ നമുക്ക് ലിഫ്റ്റ് ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞുകൂടാ കേട്ടോ. ലിഫ്റ്റ് ഉണ്ടാവണം. അപ്പോൾ ഇതിൻ്റെ പണി നടക്കുമായിരുന്നു ഇവിടെ. ഒരു റിനോവേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് ഇപ്പോൾ അലൗഡ് അല്ല. ഇപ്പോൾ മുകളിലേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മളിവിടെ ചുറ്റും പാർക്കുണ്ട്, അവിടെയൊക്കെ നടന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വളരെ ശാന്തമായിട്ടൊരു ഈവനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഈ റോളർ സ്കേറ്റിങ്ങിൻ്റെ പ്രാക്ടീസസൊക്കെ നടക്കുന്നുണ്ടായിരുന്നു പിള്ളേരുടെ. അപ്പോൾ അതൊക്കെ ഇങ്ങനെ വന്ന് കണ്ടിരുന്നു കുറേ നേരം. ഇപ്പം ഞാൻ ഷോർട്ടായിട്ടാണ് കാണിക്കുന്നത്. ഞങ്ങൾ കുറേ നേരം ഇവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഷൈചേട്ടനും ഇഷ്ടമാണ് ഇങ്ങനെ നമ്മൾ വീക്കെൻഡിലൊക്കെ ഒന്ന് സമാധാനപരമായിട്ട് ഇങ്ങനെ നടക്കാൻ പറ്റിയ സ്ഥലങ്ങൾ. ഒരുപാട് തിരക്കുള്ള മാളുകളൊന്നും ഞങ്ങൾ ഒരുപാട് അങ്ങനെ പോകാറില്ല കേട്ടോ. കാരണം നമുക്ക് ഒരു വല്ലാത്തൊരു ഫീലാണ് ഇങ്ങനെ തുറന്നിട്ടുള്ള ഒരു ശാന്തമായിട്ടുള്ള സ്ഥലങ്ങളിൽ പോകുമ്പോൾ. അതിലും ഒരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ വന്നപ്പോൾ ഇപ്പോൾ കണ്ട പോലെ ചെസ്സ് പ്രാക്ടീസസൊക്കെ കണ്ടായിരുന്നു. അവിടെ മാസ്റ്റേഴ്സും ഉണ്ട് അവർ ട്രെയിൻ ചെയ്യിക്കാനായിട്ട്. പിന്നെ ഇതാ അതിൻ്റെ തൊട്ട് ചേർന്നിട്ട് ഒരു വലിയൊരു കുളമുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ നിറച്ച് മീനുകളാണ്. വലിയൊരു ഒരു ലേക്ക് മാതിരിയാണ് കേട്ടോ. കുളമെന്ന് പറയാൻ പറ്റുമെന്ന് അറിയില്ല ഇതിന്. കുറച്ചങ്ങ് നല്ലോണം ഉണ്ട്. അപ്പം അവിടെ നിറച്ച് മീനെ വളർത്തുന്നുണ്ട് ഇവിടെ. വലിയ മീനുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളതൊക്കെ കണ്ടങ്ങനെ നിൽക്കുമായിരുന്നു. അതിനിടയ്ക്ക് പാറുക്കുട്ടി എന്തോ ഒരു കാര്യത്തിന് പിണങ്ങിയിട്ട്, അതുകൊണ്ടാണ് പാറുവിൻ്റെ ഫേസ് അങ്ങനെ ഇരിക്കണേ. ഇപ്പം ശരിക്കും പറഞ്ഞാൽ ചൂടാണ് ഇവിടെ. നല്ല ചൂടാണ് കേട്ടോ ചെന്നൈയിൽ. അപ്പോൾ ഈ ചൂടത്ത് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ചുരിദാർ പോലും ഇടാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് താഴെ വരെയുള്ളത്. ഞാൻ ചെറിയ ഷോർട്ട് കുർത്തിയും ഒരു പാൻറ്റും ഒക്കെ വെച്ചിട്ടാണ് നടക്കണേ. കാരണം നമുക്ക് അത്രയും ചൂടാണ്. കോട്ടൺ അല്ലാതെ വേറെ ഒന്നും എനിക്ക് ദേഹത്ത് ഇടാനേ തോന്നില്ല. അപ്പോൾ അതേപോലത്തെ ചൂടും കാര്യങ്ങളാണ്. അങ്ങനെ മരങ്ങളും കിളികളുടെ ഒച്ചയും ഒക്കെ കേട്ട് കുറച്ച് നേരം അങ്ങനെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ പാറുവിൻ്റെ കളിക്കുന്ന പരിപാടികളൊക്കെ ആരംഭിച്ചു. പാർക്ക് അങ്ങനെ എക്സ്പ്ലോർ ചെയ്ത് നടക്കുവാണ്. പാറു അപ്പോഴേക്കും ചെറുതായിട്ട് സന്ധ്യയായി തുടങ്ങി കേട്ടോ. പിന്നെ പാറു കുറേ സംഭവത്തിലൊക്കെ കയറി കളിക്കുമായിരുന്നു. അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ ഈ ഫിസിക്കലി ആക്റ്റീവായിട്ടുള്ള ഇങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ ചെയ്യാനായിട്ട്. ഈ ഒരു പ്രായത്തിലെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കുമല്ലോ. അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ഞാനും ഷൈജേട്ടനും പിന്നാലെ ഓടുന്നു, അങ്ങനെയൊക്കെയായിരുന്നു. അത് കഴിഞ്ഞതാ ഞങ്ങൾ വീട്ടിലേക്ക് പോവാണ് കേട്ടോ. അപ്പോൾ ആ പാർക്കിൽ നിന്ന് ഇറങ്ങി ഈ സൈഡിലൊക്കെ നിറയെ കച്ചവടങ്ങളാണ്. ഞങ്ങൾ ഇറങ്ങിയ ഒരു ബാക്കിലെ ഗേറ്റാന്ന് തോന്നുന്നു. ഫ്രണ്ടിൽ വേറൊരു വലിയ ഗേറ്റ് ഉണ്ട്. അവിടെയും സൈഡിലൊക്കെ നിറച്ചിങ്ങനെ കച്ചവടങ്ങളാണ് കേട്ടോ. പാർക്കിംഗ് ഒന്നും ഇവിടെ ഇല്ല, കാർ പാർക്കിംഗ് ഒന്നും ഇല്ല. അപ്പോൾ ഞങ്ങൾ പാർക്ക് ചെയ്തേക്കുന്ന കുറച്ചങ്ങ് റോഡിൻ്റെ സൈഡിൽ തന്നെ കുറച്ചങ്ങ് മാറി ഒതുക്കിയാണ് പാർക്ക് ചെയ്തത്. അപ്പോൾ അങ്ങോട്ട് നടക്കുമായിരുന്നു. അത് കഴിഞ്ഞത് ആ വണ്ടി കയറി തിരിച്ചു പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇപ്പം നമ്മുടെ നാട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാവർക്കും, അതായത് നമ്മുടെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന എല്ലാവർക്കും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ വീക്കെൻഡ്സൊക്കെ പോവുക. കുഞ്ഞു ഔട്ടിങ്സും പിന്നെ ചിലപ്പോൾ ഒരു ലഞ്ചോ ഡിന്നറോ ഒക്കെ ആയിട്ട് അങ്ങനെ പോകുന്നു. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, പോസിറ്റീവായിട്ടിരിക്കുക. എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.